Hello everyone, welcome to Vismy's Food Cart. So നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ നട്ട്സ് കപ്പ് കേക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ കേക്കിന്റെ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു വെക്കണം. അപ്പോൾ നമുക്ക് ഇത് എന്താ നോക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ആദ്യം തന്നെ മാറ്റി വെച്ചു. അതുപോലെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് ആണ്. അതും ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന നട്ട്സ് പിസ്ത, കാഷ്നട്ട് ആൻഡ് ബദാം ആണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഇനി നമുക്ക് 4 മുട്ട വേണം. അത് ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് നമുക്ക് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ക്രീം കളർ ആവുന്നിടം വരെ നമുക്ക് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. എന്നിട്ട് വേണം 1 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഹൈ സ്പീഡിലേക്ക് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട നല്ലതായിട്ട് ക്രീമി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി പഞ്ചസാരയും ഈ മുട്ടയും നല്ലതായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നമുക്ക് ഒരു 1 to 2 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പഞ്ചസാരയും മുട്ടയും നല്ലതായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ്. അതുപോലെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇത് രണ്ടും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് 1 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്യണം. അപ്പോൾ 1 മിനിറ്റ് കൂടുതൽ പാടില്ല. അതും മാത്രമല്ല ലോ സ്പീഡിൽ വേണം നമുക്കിത് 1 മിനിറ്റ് ബീറ്റ് ചെയ്യാൻ. അധികം ബീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറൊന്നും ശരിയാവത്തില്ല. അപ്പോൾ 1 മിനിറ്റ് മാത്രം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡിയായി. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1.5 കപ്പ് മൈദ വേണം. അപ്പോൾ ഞാൻ ഈ അരിപ്പയിലേക്ക് മൈദ 1.5 കപ്പ് ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അതുപോലെ 1 പിഞ്ച് സോൾട്ട്. അപ്പോൾ ഇത് ചോക്കോ കപ്പ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് കൊക്കോ പൗഡറും കൂടെ വേണം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ സീവിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ലതായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും റെഡി ആയി കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓവനും കൂടെ ഓണാക്കി വെക്കണം. അടുത്തായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് പകുതിയായിട്ട് നമുക്കിതിലേക്ക് ഹാഫ് നമുക്കിതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരുമിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടാലും നല്ലതായിട്ട് മിക്സ് ആവത്തില്ല. അപ്പോൾ കട്ടയൊക്കെ പിടിച്ചു എടുക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ശരിയായി വരത്തില്ല. അപ്പോൾ പകുതിയായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പോർഷൻ നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി വന്നേക്കുന്ന പൗഡറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. അപ്പോൾ പാലും കൂടി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴിയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് എന്തായാലും വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ചായിട്ട് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന
ഡാർക്ക് കോമ്പൗണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇല്ല, ചോക്കോ ചിപ്സേ ഉള്ളെങ്കിൽ ചോക്കോ ചിപ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പാൽ ഞാൻ മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഓവർ മിക്സിങ് പാടില്ല. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. അടുത്തായിട്ട് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുക്കണം. അതുപോലെ പേപ്പർ കപ്പ് കേക്കിൻ്റെ മോൾഡും കൂടെ ആ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവനും പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2-3 ടൈംസ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റി വെക്കാം. ഒരു 25 മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ്സും കൊണ്ട് നമ്മുടെ കപ്പ് കേക്ക് ബേക്കായി കിട്ടും. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 25 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ കപ്പ് കേക്ക് വെളിയിലെടുത്തു. ഇത് വെന്തോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്കോ നട്ട്സ് കപ്പ് കേക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി പറയാം. ബൈ ബൈ, ടേക്ക് കെയർ.